ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വീക്ക് ഹീറോ ക്ലാസ് 1 എന്ന സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ക്ലാസ് റൂമിൽ സുഹോയും സിയോണും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ്. ആ സമയം സിയോണാണെങ്കിൽ സുഹോയുടെ അടുത്ത് നിനക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഒന്നുമില്ലേ, നീ ഫുൾ ടൈം ഉറക്കമാണല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നീ 24 മണിക്കൂറും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് അവൻ തിരിച്ച് പറയുന്നുണ്ട്. ആ സമയം ഇതെല്ലാം കേട്ടുകൊണ്ട് സിയോക്കും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം സിയോൺ നമുക്കെങ്കിൽ ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന് ചോദിക്കുന്ന സമയം ഇല്ല, എനിക്കാണെങ്കിൽ യോങ്കിക്ക് പകരം പാർട്ട് ടൈം ജോലിക്ക് പോകാനുണ്ട്, നമുക്ക് നാളെ ഫുഡ് കഴിക്കാൻ പോകാമെന്നും പറഞ്ഞിട്ട് സുഹോ എഴുന്നേറ്റ് പോവാണ്. സിയോക്കിനോട് ചോദിക്കുമ്പോൾ എനിക്കും കുറച്ച് വർക്കുണ്ട്, നമുക്ക് നാളെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് പോവാണ്. ഇത് ശരിക്കും സംഭവിച്ചൊരു കാര്യമല്ല, ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ വെച്ചിട്ട് ഇവർ മൂന്നിനും പിരിയുവാണ് എന്നുള്ള രീതിയിൽ വരുന്ന അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു കാണിച്ചത്. അങ്ങനെ പിന്നീട് പ്രസൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും കാണിക്കുന്നത് സുഹോ ഇപ്പോഴും ഫൈറ്റ് നടന്ന ഒരു സ്ഥലത്ത് ബോധമില്ലാതെ കിടക്കുന്നതാണ്. ആ സമയം അവിടെ ആ ഒരു അവസാനം ഉണ്ടായിരുന്ന 2 പയ്യന്മാർ ഓയോങ്ങൊക്കെ ഉണ്ട്. ആ സമയം ആ കേസിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ലോയറാണെങ്കിൽ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് നോക്കുമ്പോൾ ഇവന്മാർ കറക്റ്റ് റീസൺ പറയാതെ അത് പിന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു. ആ ടൈമിന് സുഹയുടെ ബോധം പെട്ടെന്ന് പോയിട്ട് അവൻ താഴേക്ക് വീണിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം അയാൾ ഓക്കെ എന്നുള്ള രീതിയിൽ അത് കേൾക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ പോലീസ് ആംബുലൻസ് ഒക്കെ വരുന്നുണ്ട്. പോലീസർ ചോദിക്കുമ്പോഴും ഈ പയ്യന്മാരെല്ലാം ഇതേ സെയിം കാരണം തന്നെയാണ് പറയുന്നത്. ഇതേ സമയം സിയൂണിനെ കാണിക്കുമ്പോൾ അവനും യോങ്കിയും കൂടെ ആയിട്ട് ഇപ്പോഴും സുഹോ ഇതെവിടെയാണെന്ന് അന്വേഷിക്കുന്നുണ്ട്. സുഹോനെ കോൾ ചെയ്യുന്നുണ്ട്, എന്നാൽ ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. ഇതേ സമയം ആ ലോയറിനെയൊക്കെ കാണിക്കുമ്പോൾ സുഹോ ആണെങ്കിൽ എവിടെയാണോ അടിയിട്ട് വീണ് കിടന്നത് അവിടെ തന്നെ അവൻ്റെ ഫോൺ ഉണ്ടായിരുന്നു. അവൻ്റെ ഫോണിങ്ങനെ റിങ് ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും അയാളാണെങ്കിൽ ആ ഒരു ഫോൺ എടുത്തിട്ട് അതിൽ സിയൂണിൻ്റെ ചാറ്റ് എടുത്ത ശേഷം ഞാൻ വർക്കൗട്ട് ചെയ്യാം, ഞാൻ നിനക്ക് പിന്നെ കോൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് സുഹോ ആണെന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് അയച്ചങ്ങ് ഇടുന്നുണ്ട്. അടുത്ത് സിയോക്കിനെ കാണിക്കുന്ന സമയത്ത് അവൻ വീണ്ടും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അവൻ വീട്ടിലേക്ക് വരുമ്പോൾ അവൻ്റെ അച്ഛനാണെങ്കിൽ അവനെ നല്ലതുപോലെ പറയുന്നുണ്ട്, നീ ചാവ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, നീ കാരണം എനിക്ക് പേരുദോഷം ഉണ്ടാവാൻ പാടില്ല, ഇവൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെയും ഇവനൊന്നും ചെയ്യാതെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അസിസ്റ്റൻറ്റിനെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ഫൈനൽ എക്സാമാണ്. അപ്പോൾ സിയൂണ് എന്നത്തെയും പോലെ തന്നെ രാവിലെ ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്. ആ സമയം എല്ലാം സുഹു അവിടെ ബെഞ്ചിൽ കിടന്ന് ഉറങ്ങുന്നത് അവൻ കാണാറുണ്ട്. എന്നാൽ ഇന്ന് ചെന്നപ്പോഴും സുഹു അവിടെ ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ എക്സാം സ്റ്റാർട്ട് ആവുന്നുണ്ട്. സിയോക്കും സുഹോയും ക്ലാസ്സിലുണ്ടായിരുന്നില്ല. അവൻ എവിടെ പോയതാണെന്ന് ഇവനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ എക്സാം എഴുതി കഴിയുന്ന സമയത്ത് അവരുടെ ഫോൺ എപ്പോഴും ഇവർ ക്ലാസ് ടൈമിൽ വാങ്ങിച്ച് വെച്ചേക്കും. അതിപ്പോൾ എക്സാം കഴിഞ്ഞതുകൊണ്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ ആ ഫോൺ എടുത്തിട്ട് നോക്കുന്ന സമയം യോങ്കി അവനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ തിരിച്ച് വിളിച്ച് നോക്കുമ്പോഴത്തേക്കും യോങ്കി ആണെങ്കിൽ നീ വേഗം ഹോസ്പിറ്റലിലേക്ക് വന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ സിയൂൺ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ യോങ്കി ആണെങ്കിൽ സുഹോ എന്നും പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട്. അവൻ ഉടനെ തന്നെ അകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും സുഹോ അവിടെ ബെഡിൽ കിടക്കുന്ന കാണുന്നുണ്ട്. തൊട്ടടുത്ത് സുഹോയുടെ മുത്തശ്ശിയുണ്ട്. സുഹോയ്ക്ക് ഫാമിലി എന്ന് പറയാൻ അവൻ്റെ മുത്തശ്ശി മാത്രമേ ഉള്ളൂ. അവൻ്റെ മുത്തശ്ശിയാണെങ്കിൽ സിയൂണിനെ കാണുന്നതും നീ ആരാ മോനെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഞാനാണെങ്കിൽ സുഹോയുടെ ഫ്രണ്ടാണെന്ന് അവൻ മുത്തശ്ശിയോടത്ത് പറയുമ്പോൾ നീയാണോ സിയൂൺ എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. ആ സമയം അവൻ അതേന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് മുത്തശ്ശിയാണെങ്കിൽ സുഹോയുടെ സിറ്റുവേഷൻ നീ കണ്ടില്ലേന്ന് വെച്ചിട്ട് മുത്തശ്ശി കരയാനായിട്ട് തുടങ്ങുകയാണ്. സുഹോ ഇപ്പോൾ കോമയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സുഹോയുടെ സിറ്റുവേഷൻ കാണുമ്പോഴത്തേക്കും സിയൂണും അവിടെ നിന്ന് കരയുന്നുണ്ട്. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ യോങ്കിയും സിയൂണും അവിടെ തന്നെ ഇരുന്ന് സംസാരിക്കുകയാണ്. ആ സമയം യോങ്കി നിനക്ക് എക്സാം ഉള്ളതല്ലേ, നീ തിരിച്ചു പൊക്കോ, ഞാനിവിടെ ഇരുന്നോളാം, ഞാൻ അവനെ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. ആ സമയം സിയൂണ് സുഹോയിനെ ഒന്നുകൂടെ നോക്കിയിട്ട് നീയും റെസ്റ്റ് എടുക്ക് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നടന്നു പോവാണ്. പിന്നീട് കാണിക്കുന്നത് സിയോക്കിനെയാണ്. സിയോക്ക് ഇപ്പോൾ അവൻ്റെ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയം അവൻ ആ സ്കൂളിൽ നിന്ന് മാറ്റാനായിട്ട് പോവാണ് നേരെ ഫിലിപ്പീൻസിലോട്ട്. സ്കൂൾ മാറിപ്പോകുന്നതിന് മുമ്പേ അവസാനമായിട്ട് നീ നാളെ ഒരിക്കൽ കൂടെ സ്കൂളിലോട്ടൊന്ന് പോയിട്ട് എല്ലാവരുടെ അടുത്തും ബായി ഒക്കെ പറയണമെന്ന് ആ ലോയർ അവൻ്റെ അടുത്ത് വന്ന് പറയാണ്. ആ സമയം സുഹോയുടെ കാര്യം എന്തായി എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ആ സമയം അയാളാണെങ്കിൽ അവൻ ജീവനോടെ തന്നെ ഉണ്ട്, പിന്നെ നീയാണെങ്കിൽ നിൻ്റെ അച്ഛൻ പറയുന്ന അനുസരിക്കുന്നതായിരിക്കും നല്ലതെന്നും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന സിയൂണിനെയാണ്. അടുത്ത ദിവസം അവനാണെങ്കിൽ നേരെ രാവിലെ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ ചെന്നത് അവൻ്റെ സ്കൂളിലേക്കല്ല, യോങ് ബിൻ ഇപ്പോൾ ട്രാൻസ്ഫറായി പോയത് ഏത് സ്കൂളിലാണോ ആ സ്കൂളിലോട്ടാണ്. അവിടെ തന്നെയാണ് യോങ് ബിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ആ ഒരു ഓയോങ്ങും പഠിക്കുന്നതും. സിയൂൺ ആ സ്കൂളിലേക്ക് ചെന്നിട്ട് അവിടെയുള്ളൊരു പയ്യൻ്റെ അടുത്ത് യോങ് ബിൻ പഠിക്കുന്ന ക്ലാസ് ഏതാണെന്നൊക്കെ ചോദിച്ചു വയ്ക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും യോങ് ബിൻ അവൻ്റെ ക്ലാസ് റൂമിലേക്ക് എത്തുന്നുണ്ട്. സിയൂൺ അവിടെ ഉള്ള ആരും അവൻ ശ്രദ്ധിച്ചതും ഉണ്ടായിരുന്നില്ല. അവൻ സീറ്റിലേക്ക് വന്നിരിക്കുന്നതും സിയൂണാണെങ്കിൽ അവനെ അങ്ങ് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. അവൻ്റെ തല പിടിച്ച് അവിടെ ബെഞ്ചിലൊക്കെ ഇടിക്കുന്നുണ്ട്. അവിടെ ഇരുന്നൊരു പേന എടുത്ത് യോങ് ബിൻ എൻ്റെ ഷോൾഡറിലേക്ക് കുത്തുന്നുണ്ട്. എന്നിട്ട് നിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ആ പയ്യനല്ലേ ഇത് ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവൻ തന്നെയാണ് ചെയ്തത്, പക്ഷേ ആ സ്ഥലത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ ആ വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇതിൻ്റെ പുറകെല്ലാം സിയോക്കായിരുന്നു, സത്യമായിട്ട് ഞാനവിടെ ഉണ്ടായിരുന്നില്ല എന്നവൻ പറയുന്നുണ്ട്. ആ സമയം സിയോൺ എന്ത് വീഡിയോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് സുഹോനെ അടിക്കുന്നൊരു വീഡിയോ ഓയോങ് അവൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഫോൺ അവിടെ സൈഡിൽ വെച്ചിരുന്നിട്ട് ഈ ഒരു ഫൈറ്റ് മൊത്തം ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഇവരെടുത്ത് ഇപ്പോൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ യോങ് ബിനെ സിയൂണാണെങ്കിൽ നല്ലതുപോലെ
ഉപദ്രവിക്കുന്നുണ്ട്. അതിനുശേഷം സിയോൺ ആ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് അവനെ വീഡിയോ കാണുന്ന സമയത്ത് സിയോക്കാണെങ്കിൽ അവിടെ എഴുന്നേക്കാൻ പറ്റാത്ത നിലയിൽ സുഹോ അടക്കുമ്പോൾ അവനെ നല്ലതുപോലെ ചവിട്ടുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നത് ഇവൻ കാണുന്നുണ്ട്. അത് കാണുമ്പോൾ ഇവന് ദേഷ്യം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അടുത്ത് സിയോക്കിനെ കാണിക്കുമ്പോൾ അവനും അവൻ്റെ അച്ഛനും കൂടെ ആയിട്ട് അവൻ്റെ സ്കൂളിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമായിരുന്നു. ആ സമയം യോങ്കി അങ്ങോട്ടേക്കൊന്ന് അവൻ്റെ കാറിൽ തടങ്ങിയിട്ട്, നീ കാരണമല്ലേ സുഹോയ്ക്ക് ഇതൊക്കെ സംഭവിച്ചത്, അത് നീ ചെയ്തതല്ലേ, മര്യാദയ്ക്ക് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് നീ ചെയ്തതിന് നീയാണെങ്കിൽ സുഹോനെ കണ്ട് സോറി പറയണമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഇവനും കാറിൽ നിന്ന് ഇറങ്ങി ചെന്നിട്ട്, നീ ഒറ്റൊരാൾ ഞങ്ങളുടെ ഇടയിൽ കയറി വന്നുകൊണ്ടാണ് ഇത്രയും സംഭവിച്ചത്, നീ വരുന്നതിന് മുമ്പ് ഞങ്ങൾ മൂന്നുപേരും നല്ല ഫ്രണ്ട്സായിട്ട് പോകുമായിരുന്നു, നീ കാരണമാണ് ഇതത്രയും സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ യോങ്കിക്ക് ദേഷ്യം വരുന്നുണ്ട്. അതേസമയം സെക്യൂരിറ്റി വന്നിട്ട് അവളെ പിടിച്ച് മാറ്റുന്നുണ്ടായിരുന്നു. അവൻ്റെ അച്ഛനാണെങ്കിൽ അവൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് മര്യാദയ്ക്കൊന്ന് കാറിൽ കയറി ഇരിക്കാനും പറയുന്നുണ്ട്. വീണ്ടും സിയൂണിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ നേരെ എന്നിട്ട് വോയോങ്ങുള്ള റൂമിലേക്ക് ചെല്ലാണ്. വോയോങ് ഇപ്പോൾ സ്കൂളിലെ തന്നെ ജിം ഏരിയയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഇവൻ വോയോങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വോയോങ്ങിന് ഓൾറെഡി ഇവൻ മരുന്ന് മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ ഇവനെ തടയുന്നുണ്ട്. വോയോങ് ഒരു ബോക്സർ ആയതുകൊണ്ട് തന്നെ സിയൂണിന് ഒത്തിരി ഒന്നും പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. വോയോങ് അവന് നല്ലതുപോലെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ സമയം സിയൂണ് സുഹോ അവനും നേരത്തെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള 1-2 ഫൈറ്റിങ്ങിൻ്റെ മെത്തേഡ്സും ട്രിക്സും ഒക്കെ അവനിങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് അവൻ അതങ്ങ് ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. അത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അവൻ ഒരുവിധം പിടിച്ചു വയ്ക്കാൻ പറ്റുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് സിയൂണാണെങ്കിൽ വോയോങ്ങിനെ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങുകയാണ്. ജിം ആയതുകൊണ്ട് തന്നെ അവിടെ ഡമ്പലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ട് വോയോങ്ങിൻ്റെ കാലിലേക്ക് അടിക്കുന്നുണ്ട്. അങ്ങനെ കാല് പൊട്ടിയിട്ട് അവിടെ എഴുന്നേക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ വോയോങ്ങാണെങ്കിൽ, പ്ലീസ് നമുക്ക് നിർത്താം, വേണ്ട, സത്യമായിട്ട് ഞാനായിട്ട് ചെയ്തതല്ല, എൻ്റെ അടുത്ത് ചെയ്യാനായിട്ട് പറഞ്ഞതാ, ഇത് ശരിക്കും എൻ്റെ പ്ലാനല്ലായിരുന്നു, ഇതൊന്നും ഞാൻ തന്നെ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം സിയൂണ് ഒന്നുകൂടെ ആ ഡമ്പലിട്ട് അവൻ്റെ കാലിലടിച്ചിട്ട് ആ സ്കൂളിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അടുത്ത് വീണ്ടും സിയോക്കിനെ കാണിക്കുമ്പോൾ അവനവൻ്റെ അച്ഛൻ്റെ അവിടെ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ അച്ഛൻ ഒരു പൊളിറ്റിക്സിലുള്ള അസംബ്ലി മാൻ ആയതുകൊണ്ട് തന്നെ സ്കൂളിലെ ടീച്ചേഴ്സും പ്രിൻസിപ്പളും എല്ലാം തന്നെ അയാൾ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അയാളെ ഭയങ്കര കാര്യത്തിൽ തന്നെ ഇൻവൈറ്റ് ചെയ്തകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. സിയോക്ക് ക്ലാസ് റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. സിയോക്കിൻ്റെ അച്ഛൻ പ്രിൻസിപ്പളുടെ അടുത്തിരുന്ന് സംസാരിക്കുന്ന സമയത്ത് സുഹോയുടെ കാര്യം സംസാരിക്കുന്നുണ്ട്. അവൻ അപകടം പറ്റി അവൻ ഇതുപോലെ കോമയിലാണെന്ന് ടീച്ചേഴ്സിനും പ്രിൻസിപ്പളിനും അറിയാം. എന്നാൽ അതിൻ്റെ പിന്നിൽ സിയോക്കാണെന്ന് അവർക്ക് ആർക്കും അറിയത്തില്ല. കാരണം വന്നിരിക്കുന്ന കഥ ബോക്സിങ് പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിന് അവൻ പെട്ടെന്ന് തല ഇറങ്ങി വീണു എന്നുള്ള സംഭവമാണ്. അതെല്ലാവരും വിശ്വസിക്കുകയും ചെയ്തു. കാരണം ഇയാളുടെ പവർ വെച്ചിട്ട് അവരെ കേസൊക്കെ ഒതുക്കി തീർത്തതാണ്. അങ്ങനെ ആ ഒരു കാര്യത്തിൽ സംസാരിക്കുന്ന സമയത്തും അയാളാണെങ്കിൽ അങ്ങനെയാണല്ലേ എന്നുള്ള രീതിയിൽ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നുണ്ട്. അടുത്ത് സിയോക്കിനെ കാണിക്കുമ്പോൾ ഇപ്പോൾ അവർക്ക് എക്സാം നടക്കുകയാണ്. അവർ ലാസ്റ്റ് ഡേ വന്നേക്കുന്നതാണെങ്കിലും അവനും ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ആ സമയം അവൻ എക്സാം എഴുതുന്നില്ല. അവൻ നോക്കുന്നത് അത്രയും സിയൂണിൻ്റെയും സുഹോയുടെയും സീറ്റിലേക്കാണ്. കാരണം അവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നില്ല. ഇതേസമയം സിയൂണിനെ കാണിക്കുമ്പോൾ അവൻ നേരെ അവൻ്റെ സ്കൂളിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അവനങ്ങനെ ക്ലാസ് റൂമിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് പുറത്തിരുന്ന് ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഒക്കെ എടുത്തുകൊണ്ടാണ് അവനെ കയറുന്നത്. അവനങ്ങനെ ക്ലാസ് റൂമിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നേരത്തെ വോയോങ്ങായിട്ടൊക്കെ ഫൈറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ബ്ലഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു അവൻ്റെ ഷർട്ടിൽ. അപ്പോൾ അത് കാണുമ്പോൾ ടീച്ചർ പെട്ടെന്ന് ഷോക്കായിട്ട്, ഇതെവിടുന്ന ബ്ലഡ്, നീ എന്ത് ഇങ്ങനെ വന്നേക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. സിയൂൺ പക്ഷേ അതിനൊന്നും മറുപടി പറയാൻ നിൽക്കുന്നില്ല. അവൻ നിൽക്കുന്നിടത്ത് തൊട്ടടുത്തിരിക്കുന്നുണ്ടായിരുന്നത് ഇപ്പോൾ സിയോക്കിൻ്റെ ഫ്രണ്ടായിട്ടുള്ള 2 പയ്യന്മാരിൽ ഒരാളായിരുന്നു. അതായത് നേരത്തെ യോങ് പിന്നിൻ്റെ ഫ്രണ്ട്സായിട്ടിരുന്ന ആ പയ്യന്മാർ, അതിലുള്ള ഒരു പയ്യൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇവൻ നേരെ ആ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് ആ പയ്യനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് ആ പയ്യൻ നീങ്ങി മാറുന്നുണ്ട്. അതേസമയം മറ്റേ പയ്യനും ഇറങ്ങി വരാണ്. ഇവർ രണ്ടുപേരും കൂടെ ആയിട്ട് സിയൂണിനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇട്ട് രണ്ടുപേരും മുഖത്തും തലയിലും ഒക്കെ ആയിട്ട് അവൻ അടിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇതേസമയം പേടിച്ച് എല്ലാ സ്റ്റുഡൻസും മാറുന്നുണ്ട്. ടീച്ചറും മാറി നിൽക്കുകയാണ്. ആ ടൈമിന് സിയോക്ക് മാത്രം അവൻ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് മാറുന്നില്ല. അങ്ങനെ അവരടിച്ചിട്ട് കഴിയുന്നതും സിയൂൺ വന്നിട്ട്, നിൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞതാണ്, വീണ്ടും നീ അങ്ങനെ ചെയ്തു, നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നതല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം സിയോക്ക് എന്നെ അടിച്ചോളാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം സിയൂൺ ആദ്യം ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ വീണ്ടും സിയോക്ക് എന്നെ അടിച്ചോളാനായിട്ട് പറയുമ്പോൾ ദേഷ്യം വന്നിട്ട് സിയൂണാണെങ്കിൽ അവനെ പിടിച്ച് തള്ളുന്നുണ്ട്. എന്നിട്ട് അവനെ അടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇവനെ ഇപ്പോഴും സിയൂൺ ഫ്രണ്ടായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ അവനെ അടിക്കാനായിട്ട് സിയൂണിന് പറ്റുന്നില്ല. അങ്ങനെ രണ്ടുപേർക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. രണ്ടുപേരെ കണ്ണ് നിറയുന്നുണ്ട്. ആ സമയം സിയോക്കാണെങ്കിൽ എൻ്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കാനായിട്ട് പറയുന്നുണ്ട്. സിയൂൺ അപ്പോൾ നീയും എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവൻ അടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടോ സിയൂണിന് പറ്റുന്നില്ല. അങ്ങനെ സിയൂൺ അവിടെ നിന്ന് എഴുന്നേറ്റ് ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. ആ ടൈമിന് ഈ ബഹളം കേട്ടിട്ട് മറ്റ് ക്ലാസ്സിലെ പിള്ളേരും ടീച്ചേഴ്സും ഒക്കെ പുറത്തു വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയമാണ് പ്രിൻസിപ്പളും സിയോക്കിൻ്റെ അച്ഛനും കൂടെ ആയിട്ട് സംസാരമൊക്കെ കഴിഞ്ഞിട്ട് അതുവഴി നടന്നു വന്നത്. ആ ടൈമിന് ഈ ബഹളമൊക്കെ കാണുമ്പോഴത്തേക്കും സിയൂണിനെ തടയാനായിട്ട് അവിടെ നിന്നൊരു സാറിൻ്റെ അടുത്ത് പ്രിൻസിപ്പൾ പറയുന്നുണ്ട്. അങ്ങനെ ആ സാറ് വന്ന് സിയൂണിനെ വിളിക്കുന്നതും സിയൂണാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യത്തിൽ അവിടെയുള്ള വിൻഡോയിലെ ഗ്ലാസ്സൊക്കെ പൊട്ടിച്ച ശേഷം അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടതെന്ന് അവൻ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോദിക്കുകയാണ്.
ആ സമയം അത് കേട്ടിട്ട് ആരും അവനെ തടയാൻ നിൽക്കുന്നില്ല. അവനവിടെ നേരെ സുഹോയുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അവിടെ വന്നിട്ട് സുഹോയുടെ അടുത്ത് ഇരുന്നിട്ട് അവനാണെങ്കിൽ അവനൊന്ന് നോക്കിയ ശേഷം ആ ഒരു ക്ഷീണം കാരണം ഉറങ്ങിപ്പോകുന്നുണ്ട്. ആ സമയം സുഹോ എഴുന്നേറ്റിട്ട് നീ എന്താ ഉറങ്ങുവാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സിയോണും ഉണർന്നിട്ട് എനിക്ക് ഉറക്കം വന്നു എന്ന് പറയുന്നുണ്ട്. സുഹോ ആ സമയം നീ ശരിക്കും ഭയങ്കര വീടാണെന്ന് പറയുമ്പോൾ സിയൂണാണെങ്കിൽ ഐ എം സോറി എന്ന് പറയുന്നുണ്ട്. സുഹോ ആ സമയം എന്തിന് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സിയൂണാണെങ്കിൽ എല്ലാത്തിനും ഐ എം സോറി എന്ന് പറയാണ്. ആ സമയം സുഹോയും ഞാൻ നിൻ്റെ അടുത്ത് സോറി ചോദിക്കുക ഐ എം സോറി എന്ന് പറയുന്നുണ്ട്. ആ സമയമാണ് സിയൂൺ പെട്ടെന്ന് റിയാലിറ്റിയിലോട്ട് വരുന്നത്. ഇത് അവൻ പെട്ടെന്ന് ഇമാജിൻ ചെയ്തൊരു കാര്യം മാത്രമായിരുന്നു. അങ്ങനെ റിയാലിറ്റിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും സുഹോ ഇപ്പോഴും ഉണർന്നിട്ടില്ല, അവൻ കോമയിൽ തന്നെയാണ്. അങ്ങനെ ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ അവൻ അവിടെ ഇരുന്ന് കരയാനായിട്ട് തുടങ്ങുന്നുണ്ട്. പിന്നെ ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട്. സിയോക്കിനെ കാണിക്കുവാണെങ്കിൽ അവൻ്റെ അച്ഛൻ അവനെ ഫിലിപ്പീൻസിലേക്ക് പറഞ്ഞു വിട്ടു. പിന്നെ സിയൂണിനെ കാണിക്കുവാണെങ്കിൽ അവൻ സുഹോയുടെ അടുത്ത് തന്നെയാണുള്ളത്, ഹോസ്പിറ്റലിൽ വരിക, അവനെ നോക്കുക. യോങ്കിനെ കാണിക്കുവാണെങ്കിൽ സുഹോയുടെ മുത്തശ്ശിയുടെ കാര്യങ്ങളെല്ലാം അവൾ നോക്കാറുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ സിയോക്കിൻ്റെ അച്ഛൻ സിയൂണിന് എല്ലാ സത്യങ്ങളും അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ പോലീസുകാരുടെ അടുത്ത് അത് പറഞ്ഞ് സിയോക്കിനും തനിക്കും പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനായിട്ട് സിയൂണിനെ ജയിലിലാക്കാനൊക്കെ ശ്രമം നടത്തി. എന്നാൽ അയാൾ മറ്റൊരു ഓഫറും കൂടെ വെച്ചു, നീ സ്കൂൾ മാറി പോവുകയും പിന്നെ ഈ കാര്യത്തെക്കുറിച്ച് ആരുടെ പറയാതിരിക്കുകയും ചെയ്താൽ നിനക്ക് ഓക്കെ ആയിട്ട് പോവാന്ന്. ആ സമയം തന്നെ സിയൂൺ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് അവൻ്റെ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു റെക്കോർഡും വെച്ചിട്ട് കുറേ സ്കൂളുകളിലോട്ട് പോയെങ്കിലും അവരാരും ഒരു അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷേ ഒരൊറ്റ സ്കൂൾ മാത്രമാണ് അക്സെപ്റ്റ് ചെയ്തു, ഉൻജാങ് ഹൈസ്കൂൾ. അങ്ങനെ നേരെ അവൻ ആ ഒരു സ്കൂളിലേക്ക് പോവാണ്. ആ സ്കൂളിൽ അവനെ ഫസ്റ്റ് ഡേ കൊണ്ടാക്കാനായിട്ട് അവൻ്റെ അച്ഛനും അമ്മയും പോകുന്നുണ്ട് അവൻ്റെ കൂടെ. അങ്ങനെ സ്കൂളിലെത്തി കഴിഞ്ഞിട്ട് അവൻ ഇറങ്ങി പോകുന്ന സമയത്ത് അവൻ്റെ അമ്മ അവൻ്റെ അടുത്ത് ഞാൻ നിൻ്റെ കൂടെ വരാം, എനിക്ക് എൻ്റെ ടീച്ചറിനെ മീറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ സമയം അവൻ ഇല്ല ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാമെന്ന് പറഞ്ഞിട്ട് പോകാനായി തുടങ്ങുകയാണ്. ആ സമയം അവൻ്റെ അച്ഛൻ നീയാണെങ്കിൽ വിഷമിക്കുകയൊന്നും വേണ്ട, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീ ചെയ്തത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണെന്ന് പറയുന്നുണ്ട്. അതിന് സിയോൺ മറുപടിയൊന്നും കൊടുക്കുന്നില്ല. അവനങ്ങനെ നേരെ ക്ലാസ് റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. ക്ലാസ് റൂമിൽ ചെല്ലുമ്പോഴാണെങ്കിൽ ഉള്ളത് ഫുള്ള് നല്ല അലമ്പ് പിള്ളേരാണ്. അങ്ങനെ ടീച്ചറാണെങ്കിൽ പറഞ്ഞിട്ട് സിയൂൺ അവനെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അവനവൻ്റെ സീറ്റിൽ ചെന്നിരിക്കുന്നുണ്ട്. പിന്നീട് ഇൻ്റർവെൽ ആവുന്ന സമയത്ത് ആ ക്ലാസ്സിനെ ഭരിക്കുന്ന ഒരുത്തനുണ്ടായിരുന്നു, ആളുടെ പേര് ഹ്യോമാൻ എന്നാണ്. അവൻ വന്നിട്ട് സിയൂണിൻ്റെ അടുത്ത് നീ എന്താണ് ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്നത്, കണ്ടിട്ട് പെമ്പിള്ളേരെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സിയൂണിൻ്റെ തലയിൽ കയറാൻ നോക്കുന്നുണ്ട്. എന്നാൽ സിയൂണിന് നല്ല ദേഷ്യം വന്നിട്ട് ആ ഒരു ദേഷ്യത്തോടെ ഹ്യോമാനെ നോക്കുന്ന സമയത്ത് അവനാണെങ്കിൽ എന്താണ് ഇങ്ങനെ നോക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം സിയൂൺ അവൻ്റെ പേനയാണെങ്കിൽ കയ്യിൽ ഇങ്ങനെ എടുത്തിങ്ങനെ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഹ്യോമാനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് ഏതോ ഒരാളെയാണ്, അയാളുടെ കൈ മാത്രമേ കാണിക്കുന്നുള്ളൂ. അയാൾ മറ്റൊരാളടുത്ത് സംസാരിക്കുകയാണ്. ആ ആളെയും കാണിക്കുന്നില്ല, ജസ്റ്റ് ഇയാളുടെ കൈ മാത്രം കാണിക്കുന്നുണ്ട്. അയാളുടെ മുന്നിൽ ഇപ്പോൾ ഫോണിൽ സിയൂണിൻ്റെ ഫോട്ടോയും ഉണ്ട്. അങ്ങനെ അയാളടുത്ത് സംസാരിക്കുന്ന ആൾ അയാളോടാണെങ്കിൽ ഈ പയ്യനാണ് ഉൻജാങ് ഹൈസ്കൂളിൽ പുതിയതായിട്ട് മാറി വന്നത്, യൂണിയനിലുള്ള വോയോങ്ങിനെ അടിച്ചിട്ടതും ഇവൻ തന്നെയാണ്, നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ട് സീസൺ 1 ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു സീസൺ 1 നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരെ ബൈ.